നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ബീഡ്സ് എംബ്രോയിഡറി ആണ്. ഓർഡിനറി സ്വിംഗ് മെഷീൻ ഉപയോഗിച്ച് മുത്തുകൾ കൊണ്ട് ചെയ്യുന്ന എംബ്രോയിഡറി. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം. ഇതാണ് ഡിസൈൻ. ബീഡ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഗോൾഡൻ കളറിലുള്ള ബീഡ്സ്, പിങ്ക് കളറിലുള്ള ബീഡ്സ്, പിന്നെ വൈറ്റ് കളറിലുള്ളത്. ഈ 3 കളർ ബീഡ്സ് ഉപയോഗിച്ചാണ് ഈ എംബ്രോയിഡറി ചെയ്യുന്നത്. മുത്തുകൾ ഇതുപോലെ നൂലിൽ കോർത്തെടുക്കണം. ഞാനിവിടെ 3 കളേഴ്സിലുള്ള ബീഡ്സും ഓരോ നൂലുകളിൽ കോർത്തെടുത്തിട്ടുണ്ട്. ഈ നൂലാണ് കോർക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് മുത്തുകൾ കോർക്കുന്ന നൂലാണ്. ഓർഡിനറി ത്രെഡിലും നമുക്ക് കോർത്തെടുക്കാം, എന്നാൽ ഈ നൂലാണെങ്കിൽ കുറച്ചുകൂടെ ഉറപ്പുണ്ട്. കോർത്ത മാലയുടെ 2 അറ്റത്തും ഓരോ മുത്തുകൾ ഞാൻ ഇതുപോലെ കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ തയ്ക്കുമ്പോൾ മുത്തുകൾ അഴിഞ്ഞു പോവില്ല. ഈ കെട്ടിവെച്ച മുത്ത് തന്നെയാണ് ഫിക്സ് ചെയ്തിട്ടാണ് തയ്ച്ച് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുത്ത് അഴിഞ്ഞു പോകാതെ ഫിക്സ് ആയിട്ടിരുന്നോളൂ. ആദ്യത്തെ മുത്ത് ഇതുപോലെ തയ്ച്ച് ഉറപ്പിച്ചതിന് ശേഷം മുത്തുകൾ നീട്ടി കൊടുത്ത് റണ്ണിങ് സ്റ്റിച്ചിൽ പുറകോട്ട് തയ്ച്ചു പോകാം. മുത്തുമാലയുടെ ഒരു സൈഡിലൂടെ ആണ് റണ്ണിങ് സ്റ്റിച്ചിൽ തയ്ച്ചു പോകുന്നത്. ഒരു 3 മുത്ത് നീളത്തിന് ഇതുപോലെ തയ്ച്ചതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു കെട്ട് കൊടുക്കാം. നമ്മൾ കോഡിങ് ചെയ്യുന്നത് പോലെ സ്റ്റിച്ച് ചെയ്ത് ഒരു കെട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും റണ്ണിങ് സ്റ്റിച്ചിൽ ഒരു സൈഡിലൂടെ തയ്ച്ച് ഒരു 3 മുത്തിന് ശേഷം വീണ്ടും ഒരു കെട്ട് കൊടുക്കാം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. വലിയ മുത്തുകളാണെങ്കിൽ ഓരോ മുത്തിനിടയിലും നമ്മളിങ്ങനെ ഓരോ കെട്ട് കൊടുക്കണം. ഇത് ചെറിയ മുത്തായതുകൊണ്ടാണ് ഞാൻ 3 മുത്തിന് ശേഷം ഒരു കെട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ചെറിയ മുത്തുകൾ കൊണ്ട് ഓർഡിനറി മെഷീനിൽ ആരെങ്കിലും എംബ്രോയിഡറി ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിത് ചെയ്ത് നോക്കിയപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് തോന്നി. അതുകൊണ്ട് ഞാനിത് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഇത് ചെയ്യുന്നത്. ഡിസൈൻ തീരുന്ന ഇങ്ങനെയുള്ള സ്ഥലത്തെത്തുമ്പോൾ മുത്ത് പുറകോട്ട് നീക്കി നൂല് മാത്രം ഇതുപോലെ വച്ച് മുന്നോട്ട് കുറച്ച് കോഡിങ് ചെയ്യുന്നത് പോലെ കെട്ടുകളിട്ട് പിന്നീട് നമുക്ക് നൂല് കട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ മുത്ത് ഊരിപ്പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ മുത്തുകൾ അടുപ്പിച്ച് ചെയ്യേണ്ടി വരുമ്പോൾ കുറച്ച് ശ്രദ്ധയോടെ ചെയ്യണം. മുത്തിൽ സൂചി കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധയോടെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല.
മുത്തുകൾ കൊണ്ടുള്ള ഈ എംബ്രോയിഡറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർപ്പിക്കുന്നു. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സംശയം ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കടന്നു വരാം. നന്ദി. Thank you.